അപ്പൊ കൂട്ടുകാരെന്ന് പറഞ്ഞത് നമുക്കെല്ലാം അത്യാവശ്യം, നമുക്കെല്ലാവർക്കും വേണം കൂട്ടുകാർ. പക്ഷെ കൂട്ടുകാര് നമ്മൾ നാട്ടിലെത്തി കഴിഞ്ഞാൽ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിയുമ്പോ വിളിക്കലാരെയാണ്? കൂട്ടുകാരെയാണ്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ വിളിക്കൽ കൂട്ടുകാരെയാണ്. എല്ലാത്തിനും നമുക്ക് കൂട്ടുകാർ ആവശ്യമാണ്. ഏത് കല്യാണം ഉണ്ടാവട്ടെ, കാലത്തുണ്ടാവട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, കൂട്ടുകാരെല്ലാം ഏതുവരെ വീടിന്റെ പടിവാതിൽ വരെ. അത് മാത്രമേ സൗഹൃദങ്ങൾക്ക് വില കൽപ്പിക്കാൻ പാടുള്ളൂ. ചില ആളുകൾ അമിത വിശ്വാസം, എന്റെ പിറക്കാത്ത പോയ എന്റെ ഉമ്മാന്റെ മകനാണ്, എന്റെ കൂടപ്പിറപ്പാണ്, ഞങ്ങൾ ചങ്കാണ്, ബ്രോയാണെന്ന് പറഞ്ഞ് 4 ഇംഗ്ലീഷ് പേരിട്ടുകൊണ്ട് അമിത സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആളുകളുണ്ട്. വീട്ടിന്റെ അടുക്കളയിൽ വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം. ഒരിക്കലും ആ അന്ധമായ സ്വാതന്ത്ര്യം, സൗഹൃദമൊന്നും നമുക്കൊരിക്കലും ഭൂഷണമല്ല, ഒരിക്കലും യോജിക്കാൻ പാടില്ല. അതിനെ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അനുവദിച്ചു കൊടുത്ത ആളുകൾ പിന്നീട് ഖേദിച്ചിട്ടേ ഉള്ളൂ. വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയാണ്. എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്റെ മാതാപിതാ സഹോദരി സഹോദരന്മാരുടെ നമ്മുടെ പ്രൈവസിയാണ് നമ്മുടെ വീട്. അതിന്റെ ഉള്ളിൽ ചിലപ്പോ നമ്മൾ യഥാർത്ഥത്തിൽ അമൃത മറച്ചിട്ടായിരിക്കൂല, നമ്മുടെ ഉമ്മ തലയിൽ തട്ടിട്ടുണ്ടാകൂല, സഹോദരി ചിലപ്പോ തലയിൽ തട്ടിട്ടുണ്ടാകൂല. കാരണം അവിടെ വീട്ടിന്റെ ഉള്ളിൽ അപ്പയാണ്, ഉമ്മയാണ്, സഹോദരി സഹോദര ഭർത്താക്കന്മാരാണ്. ആ നിലക്കാണ് വീട്ടിന്റെ ഉള്ളിലുള്ള പെരുമാറ്റം. അപ്പൊ ആരെങ്കിലും വന്നിട്ട് വാതിലങ്ങ് കൊട്ടി തുറന്നു നോക്കുമ്പോ ചിലപ്പോ ആ ഒരവസ്ഥയിലായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് ആ വാതിലിന്റെ നേരെ നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിലേക്ക് പോകുമ്പോ ജനലിന്റെ ഉള്ളിലൂടെ ഏന്തി നോക്കാൻ പാടി നോക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇസ്ലാം ഇതൊക്കെ എതിർക്കുന്നുണ്ട്. കാരണം വീട് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈവസിയാണ്, നമ്മളുടേതായ ഒരു ലോകമാണ്. അതിന്റെ ഉള്ളിൽ ഒരു പരിധിക്കപ്പുറം നമ്മൾ സ്വാതന്ത്ര്യം, നമ്മുടെ കൂട്ടുകാരാവട്ടെ ഏത് പേരിട്ട് വിളിച്ചാലും വേണ്ടിയില്ല, അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഖേദിക്കും.